നിന്റെ മേത്തിട്ട് തയ്ച്ച പോലെയുണ്ട്. ഷട്ടറാണെങ്കിലും അവന്റെ തയ്പ്പ് കൊള്ളാം. നീ എന്നെ നേരത്തെ എന്താടി വിളിച്ച? നടവരമ്പൻ പത്രോസെന്നോ? സാറേന്ന് വിളിക്കടി. നടവരമ്പൻ സാറേ. ഇപ്പൊ നീ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ കാണുന്നില്ലേ? ഞാൻ ഈ ചെയ്തതെല്ലാം എന്റെ സിദ്ധന് വേണ്ടിയാ. നീ എന്റെ കൂടെ വന്നിട്ട് നിനക്ക് വെടിയിറച്ചി കിട്ടാണ്ടിരുന്നണ്ടാ? എന്നാലും നമ്മൾ ഇന്നിങ്ങനെ ഇറങ്ങിയിട്ട് വീണല്ലടാ. നീ എങ്ങനെ ചത്താലേ നിന്റെ പത്മിനി എന്റെ വരയിലാവും. പത്മിനി നീ ഇപ്പോഴും അവനെ പറ്റി ചിന്തിച്ചോണ്ടിരിക്കുക? വാ. ഞാനീ രാത്രി വേട്ടാന്ന് പറഞ്ഞ അച്ചായൻ്റെ ഒപ്പം ഇറങ്ങുന്നത് അവൾക്ക് ഇഷ്ടമല്ല. അത് അവൾക്ക് രാത്രി ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള പേടിയുണ്ടാ. തൂക്കിടുന്നേ. അവളുടെ പേടി ഞാൻ മാറ്റിക്കോളാം. പോരെ? എന്നെ തിന്നാൻ വേണ്ടിയാ എന്റെ സിദ്ധനെ അവൻ. എത്ര നടന്നിച്ചാ ഇങ്ങനെ ഒറ്റയ്ക്ക്? അവൻ അന്നേ ഞാൻ ഓങ്ങി വെച്ചതാ. എന്ത് അരമണിക്കൂർ മുമ്പ് ചത്തുപോയ ചാപ്പനോട് ഞാൻ പോയി ചോദിക്കാം. അവനെ കൊല്ലാൻ എന്റെ കൂടെ നിന്ന സാറിന് ഞാൻ എന്തും തരും. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനത്തെ നേരത്ത് അവന്റെ കാര്യം മിണ്ടുന്നു. ഏത് അവനടി ഇത്ര മുട്ടി വളക്കണം? നടയില്ലേ അവിടെ? നട ഒരു പ്രശ്നം ഉണ്ടല്ലോ. നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ എന്നെ ശിവളുടെ തന്നെ ഇടയ്ക്കാണോ വരണ്ടേ? നീ കാര്യം പറയടാ. ആ പുന്നാരി രാജൻ പറഞ്ഞതേ അവൻ ആരെയും ഏർപ്പാടാക്കിയിട്ടില്ലെന്നാ. പിന്നെ ആ കൊല്ലൻ ശങ്കരൻ എന്തിനാ ഈ കേസ് ഏറ്റെടുത്ത് വന്നിരിക്കുന്നത്? ഞാൻ പോരാ. നട കൊടുക്കുന്ന തുണി മാത്രമല്ല മഞ്ഞളി തയ്ക്കുക. ഞങ്ങള് കൊടുത്താലും തയ്ക്കും. എന്തായി ഞാൻ പറഞ്ഞ കാര്യം? മാവേലി പത്മിനിക്ക് കഴപ്പെടുത്തിട്ടല്ല ഇവന്മാരുടെ കൂടെ കിടക്കുന്നത്. നീ ചെല്ല്. നീ ഇതുവരെ ഭക്ഷണം കഴിച്ചില്ലടാ? ഞാൻ വാങ്ങാനായിട്ട് ഇറങ്ങായിരുന്നു സാറേ. എടാ അതെ, പോവാൻ നോക്കി പൊക്കോളൂട്ടാ. ഈ പന്നി കുറുകെ ചാടും. സാറിപ്പോ വന്നാ നന്നായി. ഇരിക്കും. സാറ് കുറച്ചു നേരം ഇവിടെ കാണത്തില്ലേ? ഞാനൊന്ന് കുളിച്ചിട്ട് വരാം.
ആർക്ക് വേണ്ടിട്ട് കേസ് എടുത്തേക്കണേ? നിനക്ക് വേണ്ടി. അപ്പൊ നീ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിട്ടാണല്ലേടാ?